السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد. International Symposium on Literature and Cultural Studies എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ സെഷൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന CH മുഹമ്മദ് കോയ ചെയർ ഡയറക്ടർ വന്യരായ ഖാദർ പാലാഴി സാഹിബ് അവர்களെ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച CIC-യുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, കാളികാവ് വാഫി ക്യാമ്പസിന്റെ കരുത്തനായ ഡീൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വാഫി അസ്ഹരി, പ്രിയപ്പെട്ട റബിയ വാഫി, മറ്റു ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ വന്നു ചേർന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, AI കാലഘട്ടത്തിലെ സർഗാത്മകത എന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ സെഷൻ അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം കൂടെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. AI നമ്മുടെ ജീവിതത്തെ മുച്ചൂടും മൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും അതല്ലെങ്കിൽ ഓരോ ദിവസത്തിലുമൊക്കെ MNC-കളിൽ നിന്ന് ജോലി ഒഴിവാക്കേണ്ടി വരുന്ന യുവാക്കളെ കുറിച്ച്, ഒഴിവാക്കപ്പെടുന്ന AI-യോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോവാൻ കഴിയാത്ത ജീവിതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമെന്ന പോലെ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. MNC-കളിൽ നിന്ന് 5000 ആളുകൾ ഒഴിവാക്കുന്നു. ആമസോണിൽ നിന്ന് അറബി വിഭാഗത്തിൻ്റെത് മാത്രമായി 28,000 പേരെ ഒഴിവാക്കിയ വാർത്ത കഴിഞ്ഞ വർഷം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഏറെക്കുറെ MNC സെക്ടറിൽ ജോലി ചെയ്യുന്ന 15 ലക്ഷത്തോളം ആളുകളുണ്ട്. അത്ര ഈ വർഷം തുടങ്ങുമ്പോഴേക്ക് 5 ലക്ഷത്തിൽ ചില്ലാനം ആളുകളെ, അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ആ ഭാഗത്തു നിന്ന് മാറ്റും എന്ന രീതിയിൽ കമ്പനികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു വസ്തു, അതല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തിയ വലിയ സാധ്യത, അത് നമ്മെ കൂടെ കവർന്നു മുന്നോട്ട് പോകുന്ന വല്ലാത്തൊരു പരിതസ്ഥിതിയിലാണ് നമ്മൾ. വാഫി ക്യാമ്പസിൽ അല്ലെങ്കിൽ വാഫി സിസ്റ്റത്തില് കുറെ കാലമായിട്ട് നമ്മൾ ഒരു മോഹനമായ ഭാഗമായി അവതരിപ്പിക്കാറുള്ളത് PG ഘട്ടത്തിൽ കുട്ടികൾ നിർബന്ധമായി സബ്മിറ്റ് ചെയ്യേണ്ട, സമർപ്പിക്കേണ്ട വാഫി തീസിസിനെ കുറിച്ചായിരുന്നു. പക്ഷെ ഒരു 2-3 വർഷമായിട്ട് അതിൽ ഒരു തരം അസ്വസ്ഥതയുണ്ട്. കാരണം ജനറേറ്റഡ് ടെക്സ്റ്റ് വ്യത്യസ്ത ടൂളുകൾ വെച്ച് കുട്ടികൾ വളരെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് തുടക്കത്തിൽ വിചാരിച്ചത് കുട്ടികളുടെയൊക്കെ ഭാഷ ഗംഭീരമായിട്ടുണ്ടായിരുന്നു എന്നാണ്. സത്യത്തിൽ ജനറേറ്റഡ് ടൂളുകൾ അല്ലെങ്കിൽ ജനറേറ്റിംഗ് ടൂളുകൾ വെച്ചിട്ട് കുട്ടികൾ അവരെ തന്നെ വഞ്ചിക്കുന്നുണ്ട്, നമ്മളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഭാഷ, സുന്ദരമായ ഭാഷ, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത ഘട്ടത്തിലാണ്. പക്ഷെ എങ്കിൽ കൂടെ മനുഷ്യന്റെ സർഗാത്മകതയ്ക്കുള്ള സാധ്യത ഇതൊന്നും ഇല്ലാതാക്കുന്നില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. മിനിഞ്ഞാന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയ പറിച്ചു നോക്കുന്ന സമയത്ത് കണ്ട നല്ലൊരു ട്രോള്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു ഫോട്ടോയിലുണ്ട്. അതിന്റെ തൊട്ടുപിറകിൽ നിന്ന് ഒരാള് ചായ പാരുന്ന ഫോട്ടോയുണ്ട്. അപ്പൊ എന്നിട്ട് ഒരു ട്രോളാണ്, ഒരു ചെറിയ വീഡിയോ. അപ്പൊ AI-യോട് പറയാണ് ഇതിൽ നിന്ന് ചായക്കാരനെ മാറ്റിത്തരൂ എന്നുള്ള ഒരു ഫോട്ടോ, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. പിന്നെ വരുന്ന ഫോട്ടോ മോഡിയെ മാറ്റിയിട്ടുള്ളതാണ്.
അതൊരു ട്രോളാണ്. സത്യത്തിൽ AI ചെയ്യാൻ കഴിയാത്ത മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് മാത്രം സാധ്യമായ ഒരു ട്രോള്. മനുഷ്യന് AI എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മളൊക്കെ ആലോചിക്കുന്നതിന്റെയും അപ്പുറത്തേക്ക് AI വളരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എന്താ പറയാ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഘട്ടത്തിലേക്ക് AI വരില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളുടെയൊക്കെ നിരീക്ഷണങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നത്. നമ്മൾ ഒന്നിനെ കീഴ്പ്പെടുത്തണം എന്നുള്ള ആഗ്രഹം അത് മനുഷ്യവാഞ്ചയാണ്. ഒരാളെ തൊട്ടടുത്തയാളെ കീഴ്പ്പെടുത്തണം എന്നുള്ളത്. അത് മെഷീന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കാണുന്ന അല്ലെങ്കിൽ പുതിയ മൂവികളിലും മറ്റതൊക്കെ അങ്ങനെ ഒരു തീം വരുന്നുണ്ടെങ്കിലും അത് പൊതുവെ സിസ്റ്റങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അത് മനുഷ്യവാസനയാണ്. ഒന്നിനെ തകർത്ത് മറ്റൊന്നിനെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ സെഷൻ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എഴുതിയ ബാബു എബ്രഹാമിന്റെ കൂടെയായിരുന്നു. ഈ പുസ്തകത്തിന്റെ തീം ശരിക്കും ഞാനത് വായിക്കുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് പട്ടിണി മാത്രം അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ വേദനകളും യാതനകളും കണ്ണിന് മുന്നിൽ കണ്ട ഒരു തലമുറയ്ക്ക് മാത്രം സംവേദിക്കപ്പെടുന്ന എന്തൊക്കെയോ ആശയങ്ങളാണ് അദ്ദേഹം അതിൽ നിറച്ചു വെച്ചിട്ടുള്ളത് എന്ന ഒരു രീതിയിലായിരുന്നു. സത്യത്തിൽ അത് വായിച്ച സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട്. അത് പുതിയ തലമുറക്ക് അത്രമേൽ സംവേദനം ചെയ്യും, അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് അത്ര മികച്ച രീതിയിൽ സംവേദനം ചെയ്യപ്പെടുമെന്ന് നമ്മളാരും കരുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വായനക്കാരില് നല്ല ഒരു വിഭാഗം ചെറിയ കുട്ടികളുണ്ട്. 10, 12, 13, 14 വയസ്സായത്. എന്നോട് ഈ പുസ്തകം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് വീട്ടിലുള്ള ചെറിയ കുട്ടിയാണ്, വീട്ടിലുള്ള മോളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളാണ് പറഞ്ഞത്, ഉപ്പ ഇങ്ങനൊരു പുസ്തകം ഉണ്ട്, വായിക്കണം, നല്ല പുസ്തകമാണെന്ന്. അപ്പൊ അതിൽ പറയുന്നത് പഴയ പട്ടിണിയെ കുറിച്ചാണ്, ഇല്ലായ്മയെ കുറിച്ചാണ്, വല്ലായ്മയെ കുറിച്ചാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകള് അവരുടെ ഇല്ലാത്ത കാലഘട്ടത്തിന്റെ, ഇല്ലായ്മയുടെ കാലഘട്ടത്തിന്റെ കഥ പറയുമ്പോൾ അത് നമുക്കൊക്കെ കൃത്യമായിട്ട് എവിടേക്കോ ഉള്ളിൽ തട്ടുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ സർഗാത്മകത എന്ന് പറയുന്നത് AI ഒരു ടൂൾ വികസിപ്പിക്കലോട് കൂടിയോ അല്ലെങ്കിൽ ഇപ്പൊ കാണുന്നതനുസരിച്ച് അത് അതിനെ മറികടക്കുന്ന ഒന്നല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇനി എങ്ങാനും അതിനെ മറികടന്ന രീതിയിലേക്ക് മാറി വരികയാണെങ്കിൽ അത് പുതിയ സാധ്യതകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും, നിർമ്മിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. AI മുഖേന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം ലോകത്ത് നഷ്ടപ്പെട്ട ജോലികളെക്കാൾ കൂടുതൽ ജോലി സാധ്യതകളുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇത്രയായിരം അല്ലെങ്കിൽ ഇത്ര ലക്ഷം ജോലി നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിലേറെ ലക്ഷങ്ങൾ ജോലികൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അതൊരു സാധ്യതയാണ്. നമ്മളൊക്കെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ട്രാക്ടർ വന്ന സമയത്തൊക്കെ അതിനെതിരെ ഒരർത്ഥത്തിൽ സമരം ചെയ്ത ആളുകളാണ്. നമ്മള് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കുന്ന സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകള്, പ്രത്യേകിച്ച് സൂം, അത് 2011 ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമ്മളത് കാണുന്നത് 2019 ശേഷം കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ നിർബന്ധിത സാഹചര്യത്തിലേക്ക് ക്വാറന്റൈൻ ചെയ്യപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ അടച്ചിട്ട സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന കാര്യവും അത് സാധ്യമാണെന്ന കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ പല മീറ്റിങ്ങുകളും പല ക്ലാസ്സുകളും അതിൽ നടന്നു. ഇപ്പൊ സജീവമായിട്ട് നമ്മുടെയൊക്കെ കുട്ടികൾ ഹോം സ്കൂളിങ്ങിന്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ സ്കൂളിന്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ട് സ്പെഷ്യൽ ട്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ ട്യൂട്ടറെ വെച്ചിട്ട് ഓരോ ദിവസവും എവിടെയൊക്കെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണേ, 2011 ഈ പ്ലാറ്റ്ഫോം അവൈലബിൾ ആയ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് എങ്ങാനും പറയാണ് നമുക്ക് 6 ദിവസം 5 ദിവസം ക്ലാസ് ഉണ്ടല്ലോ, രാത്രിയിലൊക്കെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ റോഡ് ട്രാഫിക് ജാമും അല്ലാതെ ഉണ്ട്, അപ്പൊ നമുക്ക് 2 ദിവസം നമ്മുടെ ക്ലാസ്സുകൾ സൂമിലാക്കാം എന്നൊക്കെ പറഞ്ഞ് അന്ന് 2011 നമ്മുടെ ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അധ്യാപക സംഘടനകളൊക്കെ വലിയ രീതിയിൽ സമരം സംഘടിപ്പിക്കുമായിരുന്നു. ഇതൊരു സാധ്യതയാണ്. ഇങ്ങനെ വരുമ്പോ പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. ഈ സർഗാത്മകതയുടെ കാര്യം പറയുമ്പോഴും പുതിയ കാലഘട്ടത്തില് AI വരുന്ന സമയത്ത് സർഗാത്മകതയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യനായി തന്നെ നിലനിൽക്കാൻ കഴിയും എന്ന ഒരു ബേസിൽ അതിന് ഇനിയും വലിയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അത് സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്ന ആളുകൾ ഇതിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞു പോയ ആളുകളാവണം. വായനയെക്കുറിച്ച് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുകയുണ്ടായി, സംസാരിക്കുന്ന ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിനെ കുറിച്ച് പറയപ്പെടുന്ന വല്ലാത്ത വർത്തമാനമുണ്ട്. അദ്ദേഹം ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ എഴുതി തീർത്തത് 1000 നോവലുകൾ വായിച്ചു തീർത്തതിന് ശേഷമാണെന്ന്. ആളുകൾ വായിക്കുന്ന ഒരു രീതി അത് ഒരുപക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയിരുന്നു. അവിടേക്കുള്ള ആളുകളെ കാണുമ്പോൾ വായിക്കുന്ന ആളുകളും അല്ലെങ്കിൽ സർഗാത്മകത തേടിപ്പിടിച്ച് പിന്നാലെ പോകുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ വർഷത്തിലൊക്കെ KLF-ന് പോകുമ്പോൾ അതൊക്കെ ഒരു 10%, 20% വെച്ച് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സെഷൻസ് കൂടുന്നുണ്ട്, ആളുകൾ കൂടുന്നുണ്ട്, വായനക്കാർ കൂടുന്നുണ്ട്, പുസ്തകങ്ങൾ കൂടുന്നുണ്ട്. ഏറെക്കുറെ കേരളത്തിൽ മാത്രം 500ഓളം പുസ്തകശാലകൾ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കാലിക്കറ്റിനെ ലോക സാഹിത്യ നഗരിയായി തെരഞ്ഞെടുത്ത സമയത്ത് കാലിക്കറ്റിനെ കുറിച്ച് പറഞ്ഞത് കാലിക്കറ്റിനോട് ചുറ്റിപ്പറ്റിയിട്ട് മാത്രം 500ഓളം പുസ്തകശാലകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ വായനയുണ്ട്, പക്ഷേ സർഗാത്മകമായിട്ട് പുതിയത് എന്താ പറയാ, പുതിയത് സമൂഹത്തിന് സമർപ്പിക്കാൻ അതിലൊക്കെ കുറവുകളുണ്ട്. അതിന് ഒരുപാട് നമുക്കൊക്കെ അറിയാലോ, ബഷീറിനൊക്കെ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്, അനുഭവ തലങ്ങളിലൂടെ മുന്നോട്ട് പോവേണ്ടതുണ്ട്, കുറെ അധികം അനുഭവങ്ങളെ വായിക്കേണ്ടതുണ്ട്. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് എന്ന് പറയുന്ന അറബി സാഹിത്യകാരൻ, അത് കുട്ടികളൊക്കെ വായിച്ചാൽ, പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ അറബിക് ലിറ്ററേച്ചറിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ വായിച്ച ആളായിരിക്കും അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ്. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഏറെക്കുറെ 80,000 അല്ലെങ്കിൽ 70,000 ഒക്കെ പുസ്തകങ്ങൾ വായിച്ച മനുഷ്യൻ. ഇത്ര തോനെ പുസ്തകങ്ങൾ വായിക്കുന്നു, ഇത്ര തോനെ എഴുതുന്നു, 100-200ഓളം പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യൻ. ഇത്ര സജീവമായിട്ട് ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ വെളിമുക്ക് പ്രദേശത്ത് പാരലൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഹനീഫയെ ഒരു പക്ഷേ നിങ്ങൾ വായനക്കാർക്ക് അറിയുമായിരിക്കും. ഒരു വീൽ ചെയറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ക്യാമ്പസിലേക്ക് അദ്ദേഹത്തെ ഒരു തവണ ഗസ്റ്റ് ആയിട്ട് വായനാ ദിനത്തിലേക്ക് ക്ഷണിക്കേണ്ടായി. പല വായന വേദികളിലൊക്കെ അദ്ദേഹം അതിഥിയായിട്ട് വരാറുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഏറെക്കുറെ 365 പുസ്തകമൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ട്. ശരാശരി ദിവസം ഒരു പുസ്തകം എന്ന രീതിയിൽ വായിക്കുന്ന വലിയ വായനക്കാർ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. ഈ സർഗാത്മകതയുടെ കാര്യം AI നിലനിൽക്കുന്ന സമയത്തും, അല്ലെങ്കിൽ AI എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക, അതല്ലാതെ അതിനെ മറികടക്കാനോ അതല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ വിജയം. അതിനെ കൂടെ നിന്നുകൊണ്ട് AI ഒരു മനുഷ്യൻ, ജോലിക്കാരൻ, അവന് AI-യോടല്ല ശരിക്കും മത്സരിക്കുന്നത്. AI ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന തന്റെ കൊളീഗിനോടാണ് മത്സരിക്കുന്നത്. ആ അർത്ഥത്തില് സാധ്യതകൾ വലിയ രീതിയിൽ തുറന്നു തരിക തന്നെയായിരിക്കും ഈ കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടാവുക എന്നാണ് പ്രത്യാശിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.